ആമി ഒന്ന് വെച്ച് വെച്ച് വേണം ആമിക്കത്. ഹായ് ഓൾ, നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മിന്നുവിന് അഡ്മിഷന് വേണ്ടി ബാംഗ്ലൂർ പോയ ടൈമിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. 1 month ആയി നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്ത കാരണം, അതല്ലെങ്കിൽ അവിടെ നമുക്ക് അതിനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വെസ്റ്റ് സൈഡിൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. വെസ്റ്റ് സൈഡിൻ്റെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഉച്ച ആയ സമയത്താണ് എത്തിയത്. ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ സമയത്ത് അവിടെ തിരക്ക് കുറവായിരുന്നു. പക്ഷെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഫുൾ തിരക്കായി. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്, ഒരു ബാഗിൻ്റെ ഷോപ്പിൽ. അവിടെ നമുക്ക് ബാഗൊന്നും വലിയ ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പിൽ കയറി. ഇവിടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ്. ഡ്രസ്സൊക്കെ നല്ലതുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇവിടുന്ന് നമ്മളൊരു ജീൻസ് വാങ്ങിച്ചു. ഞാനും വാങ്ങിച്ചു, മിന്നു വാങ്ങിച്ചു. 450 ആയിരുന്നു തോന്നുന്നു ജീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ജീൻസും പാൻസൊക്കെ നല്ല സെലക്ഷനാണ് ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആമി പക്ഷെ ഒന്നിനും വാശി പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കുട്ടിയൊക്കെ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. മിന്നുവിന് ഇതുപോലെ അഡ്മിഷൻ ആയപ്പോൾ അവൾക്ക് ഹോസ്റ്റലിൽ ഇടാനുള്ള ഡ്രസ്സും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് വേറൊരു ബാഗിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ബാഗ്സാണ്. അത് കഴിഞ്ഞ് നമ്മളിതുപോലെ വീണ്ടും ഒരു ക്ലോത്തിങ്ങിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഡെയിലി വെയേഴ്സ് ഒക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. ഡെയിലി വെയേഴ്സ് അല്ലെങ്കിൽ നൈറ്റ് വെയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ടോപ്പ് എന്തോ വാങ്ങിച്ചു തോന്നുന്നു. പിന്നെ ഒരു ലോങ് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിൽ പോയി. അവിടെ ഇതുപോലെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് മിന്നുവിൻ്റെ ഒരു ടൈപ്പ് ഡ്രസ്സ് അല്ലാത്ത കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൺ ദ വേ ആമിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതിങ്ങനെ താഴെ നിൽക്കുമ്പോൾ പി സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ അത് കണ്ടപ്പോൾ ആമിക്ക് വേണമെന്ന് ഭയങ്കര വാശി. അത് വാങ്ങിച്ചു. കണ്ടോ, നമ്മൾ പിന്നെ എത്തിയിട്ടുള്ളത് മാക്സിലാണ്. മാക്സിൽ പോയപ്പോൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ. അവിടെയുള്ള കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലുള്ള സ്റ്റുഡിയോയിലെ ഷോപ്പാണിത് തോന്നുന്നു. അവിടെ നിന്ന് പാട്ട് കണ്ടപ്പോൾ ആമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളവിടെ കിടന്ന് ഡാൻസ് ചെയ്യാണ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബാഗ് വാങ്ങിച്ചത്. ആ ഷോപ്പിൽ നിന്നല്ല, ഈ ഷോപ്പിൽ നിന്നാണ് ബാഗ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളടുത്ത് സംസാരിക്കുന്ന ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആൾക്ക് മലയാളമൊക്കെ കുറച്ച് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്നാണ് മിന്നുവിന് ബാഗ് വാങ്ങിച്ചത്. അങ്ങനെ നൈറ്റ് ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ അവർ നമ്മൾ ഡിന്നറിന് ക്ഷണിച്ചു. ഇവിടെ ടാമറിൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഹോട്ടലായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ആമിക്ക്
കുറച്ച് അവൾ ഹെൽത്തി അല്ലായിരുന്നു. അവൾക്ക് കുറച്ച് ഇഷ്യൂസ് ഉള്ള കാരണം ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് സമയം ഒതുങ്ങിയിരിക്കും. പിന്നെ അവൾക്ക് വയ്യാത്ത കാരണം ഭയങ്കര വാശിയായിരുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട്, പിന്നെ അവരുടെ മോനാണത്. പിന്നെ മിന്നു, രാജേട്ടൻ, നമ്മളെല്ലാവരും നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ നല്ലൊരു ഡേ ആയിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ.